ഞാൻ ഇന്നലെ കണ്ട ഒരു ഇതാണ്, ബാബിലോൺ ബി. ഇതൊരു സറ്റയർ ആണ് കേട്ടോ, സറ്റയർ പത്രമാണ്. സറ്റയർ പത്രത്തിൽ അവർ പറയുന്നത്, ബിൽ കോസ്ബി ജോയിൻസ് ഹമാസ് സോ ഫെമിനിസ്റ്റ് വിൽ സ്റ്റോപ്പ് കണ്ടംനിങ് ഹിം ഫോർ റേപ്പ്. പുള്ളി കുറെ റേപ്പ് കേസിലും അക്യൂസ്, പുള്ളി ഒരു വലിയൊരു കൊമേഡിയൻ ആയിരുന്നു, വലിയൊരു സ്റ്റാർ ആയിരുന്നു, നമുക്കറിയാം ബിൽ കോസ്ബി. അപ്പൊ ഇവര് ഇത് വെച്ചൊരു സറ്റയർ ആയിട്ടുള്ള ഒരു പത്രമാണിത്. സറ്റയർ എഴുതി വെച്ചിട്ടുണ്ട്, അവർ സറ്റയർ ആണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബാബിലോൺ ബി, ബാബിലോൺ ബി. Former comedy legend and prolific rapist Bill Cosby announced outside his home this week that he has officially joined the terrorist group Hamas in an apparent attempt to convince the progressive feminists to stop criticizing his raping behavior. അദ്ദേഹം ഒരുപാട് കേസുകൾ അദ്ദേഹം കൺവിക്റ്റഡ് ആയിട്ടുണ്ട്, പിന്നെ പുറത്തു വന്നു, പിന്നെ ഇനിയും കേസുകളുണ്ട്. അങ്ങനെ ആകെ പുള്ളിയുടെ ജീവിതം തന്നെ താറുമാറായി. ഒരു വലിയൊരു താരസിംഹാസനത്തിൽ നിന്ന് താഴെ വരേണ്ടി വന്നു അദ്ദേഹത്തിന്. അപ്പൊ അത് വെച്ചൊരു സറ്റയർ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ പത്രം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ ആലോചിച്ചത്, ബാക്കിയൊക്കെ പോട്ടെ. അവർ പറഞ്ഞിരിക്കുന്നത് ഇയാള് ഹമാസിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഹമാസിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഫെമിനിസ്റ്റുകൾ, പ്രത്യേകിച്ച് റാഡിക്കൽ ലെഫ്റ്റ് ഫെമിനിസ്റ്റുകൾ പുള്ളിയുടെ ബിഹേവിയറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തും. കാരണം ഹമാസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ലല്ലോ അവർ. അതാണ്. അപ്പോ those Hamas people, they rape all day long and the left-wing feminists still love them, said Cosby reported. Cosby പറഞ്ഞത് അവര് ഫുൾ ടൈം റേപ്പ് ആണ്, ഫെമിനിസ്റ്റുകൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടെന്നാണ്, സോ നൗ ഞാനൊരു തീരുമാനം എടുത്തു, ഐ ആം ഹമാസ്, ഞാൻ ഹമാസിൽ ചേരാൻ തീരുമാനിച്ചു. അസ്സലാമു അലൈക്കും, പ്ലീസ് ഡു നോട്ട് ക്രിട്ടിസൈസ് മൈ റേപ്പിംഗ് വിച്ച് ഈസ് ലെജിറ്റിമേറ്റ് ആക്ട് ഓഫ് ഡീകോളനൈസേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. പ്രതിരോധത്തിന്റെയും ഡീകോളനൈസേഷന്റെയും ഒരു വളരെ സാധുവായ ഒരു മാർഗമാണ് റേപ്പ്. അതുകൊണ്ട് ഇനി എന്നെ ഇവിടുത്തെ സോക്കോൾഡ് ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ഫെമിനിസ്റ്റുകൾ ഒന്നും ചെയ്യില്ല. അപ്പൊ തമാശയായിട്ടാണ് എടുക്കേണ്ടത്. തമാശയായിട്ട് തന്നെ കോസ്ബിയുടെ ഫോമർ ക്രിറ്റിക്സ് വെർ ക്വിക്ക് ടു ബാക്ക് ട്രാക്ക് ദെയർ ക്രിറ്റിസിസം. ഉടനെ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തപ്പോൾ ഈ പത്രം റിപ്പോർട്ട് ചെയ്യാണ്, ഒരു ഭാവനാത്മകമായ വാർത്തയാണ്, തമാശ. ഉടനെ കോസ്ബിയെ ഒരുപാട് എതിർത്തുകൊണ്ടിരുന്ന, പുള്ളിയുടെ ഈ റേപ്പ് കേസുകളൊക്കെ വെച്ചുകൊണ്ട് പുള്ളിയെ ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ടിരുന്ന ക്രിട്ടിക്കുകളെല്ലാം അവരുടെ ക്രിറ്റിസിസം എല്ലാം പിൻവലിച്ചു. എന്നിട്ട് ഒരാൾ പറയാണ്, ഇറ്റ് സീംസ് മിസ് കോസ്ബി ഹാസ് ജസ്റ്റ് ബീൻ മിസ്അണ്ടർസ്റ്റുഡ് ദിസ് ഹോൾ ടൈം. ഇദ്ദേഹത്തെ ഇത്രയും നാൾ നമ്മൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നാണ് വലിയൊരു കോൺഗ്രസ് വുമൻ പ്രമില ജയ്പാൽ അങ്ങനെയാണ് പറയുന്നത്. അവർ പറയുന്നത്, അയ്യോ നമ്മൾ ഇദ്ദേഹം നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു, ഇദ്ദേഹം നമ്മൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു, ഇദ്ദേഹം ഡീകോളനൈസേഷനും റെസിസ്റ്റൻസിനും വേണ്ടി ഫ്രീഡം ഫൈറ്ററായിട്ട് അദ്ദേഹം ചെയ്തതാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അട്രോസിറ്റീസ് മുഴുവൻ ഇവിടെയുള്ള പല സോക്കോൾഡ് പുരോഗമനവാദികളും ഫെമിനിസ്റ്റുകളും സോക്കോൾഡ് ലെഫ്റ്റും ഒക്കെ കണ്ടോൺ ചെയ്യുകയും അവരതിനെ ശ്രദ്ധിക്കുന്നേയില്ല. ഹമാസിനോടൊരു വാക്കുപോലും പറയുന്നില്ല. ബൊക്കോ ഹറാമിനെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല. ദേ ആർ ഓൾ ആഫ്റ്റർ ഇസ്രയേൽ. ഹിപ്പോക്രസി വ്യക്തമാക്കുന്ന ഒരു സറ്റയറാണിത്.